മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ലെങ്തനിങ് ജോയിൻറ്റുകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇന്ന് വൈഡനിങ് ജോയിൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. തടി കഷ്ണങ്ങളുടെ വീതി കൂട്ടുവാൻ വേണ്ടി അരികുകൾ തമ്മിൽ ചേർത്തുറപ്പിക്കുന്ന ജോയിൻറ്റുകളാണ് ഇവ. ഡോറുകൾ, ഫ്ലോറുകൾ, ടേബിളുകൾ, ഷെൽഫുകൾ, അലമാരകൾ എന്നിങ്ങനെ ധാരാളം സ്ഥലങ്ങൾക്ക് ഇങ്ങനെ വീതി കൂട്ടേണ്ടതുണ്ടല്ലോ. ഇതിനെ സൈഡ് ജോയിൻ്റ് എന്നും ബോർഡിംഗ് ജോയിൻ്റ് എന്നും പറയാറുണ്ട്. അവയെല്ലാം വിശദമാക്കാം. അതിനു മുൻപായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുവാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വൈഡനിങ് ജോയിൻ്റ് 10 തരത്തിലുണ്ട്. 1. ബട്ട് ജോയിൻ്റ്. 2. റിബേറ്റഡ് ജോയിൻ്റ്. 3. റിബേറ്റഡ് ആൻഡ് ഫിൽട്രേഡ് ജോയിൻ്റ്. 4. പ്ലഗ്ഡ് ആൻഡ് ടങ്ക്ഡ് ജോയിൻ്റ്. 5. ടങ്ക്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻ്റ്. 6. റിബേറ്റഡ് ടങ്ക്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻ്റ്. 7. സ്പ്ലൈഡ് ജോയിൻ്റ്. 8. ഡോൾഡ് ജോയിൻ്റ്. 9. മാച്ച്ഡ് ആൻഡ് ബീഡഡ് ജോയിൻ്റ്. 10. മാച്ച്ഡ് ആൻഡ് വി ജോയിൻറ്റഡ് ജോയിൻ്റ് എന്നിങ്ങനെയാണ് 10 എണ്ണം ഉള്ളത്. അപ്പോൾ ഒന്നാമതായി വൈഡനിങ് ജോയിൻറ്റുകളിലെ 10 തരത്തിലുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതിലെ ഒന്നാമത്തേത് ബട്ട് ജോയിൻ്റാണ്. ബട്ട് ജോയിൻ്റ് സാധാരണയായി വളരെ പെട്ടെന്ന് അരികുകൾ ചേർത്ത് പശ പുരട്ടി കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് ബട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് സാന്ദർഭികമായി സൈഡ് ജോയിൻ്റ് എന്നും സ്ക്വയർ ജോയിൻ്റ് എന്നുമൊക്കെ പറയാറുണ്ട്. വളരെ ഈസിയായി ചെയ്യുവാനും കഴിയും. അടുത്തത് റിബേറ്റഡ് ജോയിൻ്റാണ്. ഇത് പൊടിപടലങ്ങൾ ജോയിൻറ്റുകൾക്കുള്ളിൽ കയറാതെ ഇരിക്കുവാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ തടി ചുരുങ്ങാറുള്ളത് തടയുന്നതിനും റിബേറ്റഡ് ജോയിൻ്റ് ചെയ്ത് പരിഹരിക്കുവാൻ കഴിയും. അടുത്തത് റിബേറ്റഡ് ആൻഡ് ഫില്ലറ്റഡ് ജോയിൻ്റാണ്. പലകകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ റിബേറ്റ് ചെയ്യേണ്ട പോർഷനിൽ ഫില്ലറ്റ് പോലെയുള്ള ചെറിയ തടി കഷ്ണങ്ങൾ ഉപയോഗിച്ച് ജോയിൻ്റ് ചെയ്യുന്നു. ഇത് ഫ്ലോറുകളിൽ ഉറപ്പിക്കുന്ന പലകകളെ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് സാധാരണയായി ചെയ്യാറുള്ളത്. അടുത്തത് പ്ലഗ്ഡ് ആൻഡ് ടങ്ക്ഡ് ജോയിൻ്റ്. ഇവിടെ പലകയുടെ അരികുകളിൽ ചിത്രത്തിലേതുപോലെ ഗ്രൂവ് ഉണ്ടാക്കിയ ശേഷം ആ ഗ്രൂവുകളിൽ ഫില്ലറ്റ് സ്ഥാപിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പരിശീലനം സിദ്ധിച്ച കാർപ്പൻ്ററിൻ്റെ സേവനം ആവശ്യമാണ്. ഇത് നല്ല ബലമുള്ളതും നല്ല ഭംഗിയായിരിക്കുകയും ചെയ്യും. കൂട്ടിച്ചേർത്ത് പ്ലെയിൻ ചെയ്ത് നല്ല നിരപ്പാക്കുകയും ചെയ്യാം. അടുത്തത് ടങ്ക്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻ്റാണ്. നല്ല നിലവാരമുള്ളതും മിക്കപ്പോഴും എല്ലാ ജോലികൾക്കും ഈ ജോലിക്കുമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ നല്ല പരിശീലനം ലഭിച്ചിട്ടുള്ള പണിക്കാർ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് റിബേറ്റഡ് ജോയിൻ്റാണ്. റിബേറ്റഡ് ടങ്ക്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻ്റാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ആദ്യം പറഞ്ഞ റിബേറ്റഡ് ജോയിൻറ്റും ടങ്ക്ഡ് ജോയിൻറ്റും ഗ്രൂവ്ഡ് ജോയിൻറ്റും കൂടി ഒരു ജോയിൻ്റായി ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇത്. ആണി ഉപയോഗിച്ചാണ് ഉറപ്പിക്കുന്നത്. ആണി പുറമേ കാണാനാവാത്ത വിധം ഉള്ളിലേക്ക് താഴ്ത്തിയാണ് ഇതുണ്ടാക്കുന്നത്. നല്ല ബലവും ഉറപ്പും ഇതിന് ഉണ്ട്. അടുത്തത് സ്പ്ലൈഡ് ജോയിൻ്റ്. ഇത് എല്ലാ സാധാരണ ആവശ്യങ്ങൾക്കും സ്പ്ലൈഡ് ജോയിൻ്റ് ആണ് ചെയ്യുന്നത്. വെറുതെ ചേർത്ത് വെച്ച് ഉറപ്പിക്കുക മാത്രമേ ഉള്ളൂ. ചിലരെങ്കിലും ഉള്ളിൽ ആണി കൂടി കടത്തി ഉറപ്പിക്കും. അടുത്തത് ഡോൾഡ് ജോയിൻ്റ്. ബ്രാസ്, കോപ്പർ പ്ലേറ്റ്
ഗൺമെറ്റൽ എന്നിവ ഡോവലായി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പലകകളുടെ അരികുകളിൽ ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് ഗ്രൂവിന് ഉള്ളിൽ മേൽപ്പറഞ്ഞ ഏതെങ്കിലും വസ്തുവിൻ്റെ ഡോവൽ ഉണ്ടാക്കി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനും നല്ല ബലവും ഉറപ്പും ലഭിക്കുന്നു. അതുപോലെ ജോലി പരിചയം ഉള്ളവർ ചെയ്താൽ മാത്രമേ ഇതും ഭംഗിയാകുകയുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് മാച്ച്ഡ് ആൻഡ് ബീഡഡ് ജോയിൻറ്റ്. ഇത് തടി ഉണങ്ങി ചുരുങ്ങിയാലും ഭംഗി നഷ്ടമാകാതെ ഇരിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് പലകകൾ കൂട്ടിച്ചേർക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു ഗ്രൂവ് കൂടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ജോയിൻ്റ് തിരിച്ചറിയുകയുമില്ല, ഒരു ഗ്രൂവ് ആണെന്നേ തോന്നുകയുമുള്ളൂ. അതാണ് ഈ ജോയിൻറ്റിൻ്റെ പ്രത്യേകത. അടുത്തത് മാച്ച്ഡ് ആൻഡ് വി ജോയിൻറ്റഡ് ജോയിൻറ്റ്. ഇതും പലകകൾ തമ്മിൽ ചേരുന്നയിടത്ത് ഒരു വി ഷേപ്പിലുള്ള ചാംഫെയറിങ് ചെയ്യുകയാണ്. അതായത് 45 ഡിഗ്രി ചരിവ് ഉണ്ടാക്കും. ഈ രണ്ട് പലകകളിലെയും ചാംഫെയറിങ് ചേർത്ത് വയ്ക്കുമ്പോൾ വി എന്ന ഇംഗ്ലീഷ് അക്ഷരം പോലെ ഇരിക്കും. അതിനുള്ളിൽ തന്നെ ജോയിൻറ്റും വരും. കാഴ്ചയിൽ ജോയിൻ്റ് ആണെന്ന് തോന്നുകയുമില്ല. തടിയുടെ ഗ്രെയിൻസ് ചേർച്ചയുള്ള പലകകളാണെങ്കിൽ ഏറെ ഭംഗിയും ഉണ്ടാകും. അടുത്തതായി ആംഗിൾ ജോയിൻറ്റുകളാണ്. ഇപ്പോൾ 10 ജോയിൻറ്റുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് ആംഗിൾ ജോയിൻറ്റുകളാണ്. ഇത് 12 തരം ജോയിൻറ്റുകളുണ്ട്. ഇവയെല്ലാം സന്ദർഭോചിതമായി ഉപയോഗിച്ച് ജോയിൻറ്റുകൾ ഉണ്ടാക്കിയാണ് എല്ലാവിധ ജോലികളും ചെയ്യുന്നത്. ഇത് ഉറപ്പിക്കുന്നതിന് ആണിയുടെയോ പശയുടെയോ ഇവ രണ്ടും കൂടിയോ ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ജോലി പരിചയം ആവശ്യമാണ്. പരിചയക്കുറവുള്ളവർ ഉണ്ടാക്കിയാൽ ഭംഗിയായി ജോയിൻ്റ് ആകുകയില്ല. ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കുവാൻ കഴിയും. പുറമേ മറ്റ് അടയാളങ്ങളൊന്നും കാണാതെ ഇരിക്കുന്നതിനായി തടി കൊണ്ടുള്ള ചെറിയ പിന്നുകൾ ഉണ്ടാക്കി ഉറപ്പിച്ചും ചെയ്യാറുണ്ട്. ഇവയെല്ലാം ഭംഗിയാക്കുന്നത് ആ ജോലിയിലുള്ള പ്രാഗൽഭ്യം പോലെ ഇരിക്കും. അത് ബട്ട് ജോയിൻറ്റ്, റിബേറ്റഡ് ബട്ട് ജോയിൻറ്റ്, റിബേറ്റഡ് ആൻഡ് ബീഡഡ് ബട്ട് ജോയിൻറ്റ്, ടങ്ക്ഡ് ആൻഡ് ബട്ട് ജോയിൻറ്റ്, ടങ്ക്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻറ്റ്, ഹൗസ്ഡ് ജോയിൻറ്റ്, ഷോൾഡേർഡ് ജോയിൻറ്റ് ആൻഡ് ഹൗസ്ഡ് ജോയിൻറ്റ്, ടങ്ക്ഡ് ആൻഡ് ഹൗസ്ഡ് ജോയിൻറ്റ്, സ്റ്റോപ്പ്ഡ് ഡവ് ടൈൽഡ് ജോയിൻറ്റ്, പ്ലെയിൻ മിറ്റർ ജോയിൻറ്റ്, മിറ്ററേഡ് ആൻഡ് റിബേറ്റഡ് ജോയിൻറ്റ്, മിറ്ററേഡ് ഗ്രൂവ്ഡ് ആൻഡ് ടങ്ക്ഡ് ജോയിൻറ്റ് എന്നിങ്ങനെ 12 തരമാണ്. ഇതിനെയെല്ലാം ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതേ ആണ്. എല്ലാ മരപ്പണികളിലും സന്ദർഭമനുസരിച്ച് ഏത് ജോയിൻ്റ് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഉത്തരവാദിത്വമുള്ള കാർപ്പൻ്ററുടെ ചുമതലയുമാണ്. ഇപ്പോൾ ജോയിൻറ്റുകളുടെ ഒരു സാമാന്യ വിവരണമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ധാരാളം ജോയിൻറ്റുകളെക്കുറിച്ച് പറയുവാനുണ്ട്. അവയെല്ലാം അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇനിയും വരും വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.